ചെറുവാഞ്ചേരി വേട്ടക്കുരുമകൻ ക്ഷേത്രം ചുറ്റുവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി. തെരു ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച നടന്ന വിളംബര ഘോഷയാത്രയോടെയാണ് ചെറുവാഞ്ചേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് മഹോത്സവത്തിന് തുടക്കമായത്. 100 കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. മേൽശാന്തി പുതുക്കെ തെക്കില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര കവാട സമർപ്പണം നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ആധ്യാത്മിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു. 3000 ക്ഷേത്രങ്ങളാണ് ദേവസ്വത്തിന്റെ കീഴിലായി പ്രവർത്തിച്ച് വരുന്നത്. 2000 ക്ഷേത്രങ്ങൾ കാവുകളായും കുഞ്ഞു ക്ഷേത്രങ്ങളായും തറവാട്ട് ക്ഷേത്രങ്ങളായും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ക്ഷേത്രങ്ങളുള്ള ഒരു നാട് എന്ന് പറയുമ്പോൾ ആ നാട് വേറെ വ്യത്യസ്തമാണ്. അതിൻ്റെ എല്ലാ ഗരിമയും ആ നാടിന് ഉണ്ട് എന്നുള്ളതാണ്. കാവുകൾ കൊണ്ട് ഒരു നാട് സമ്പന്നമാണ് നമ്മൾ ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞാനിവിടെ എത്തി ഘോഷയാത്രൻ്റെ മുന്നിൽ നിന്നപ്പോൾ സ്വാഭാവികമായിട്ട് അനവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതിനടുത്തടുത്തായി കണ്ടു. അത് തന്നെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൻ്റെ പിൻഗാമികളാണ് നാം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കൊരു വിളക്കാണ്. നമ്മളെയൊക്കെ നമ്മൾക്ക് മുന്നോട്ട് നമ്മളെ ചലിപ്പിക്കുന്ന സംഘട സമിതി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷനായി. യുവ പ്രഭാഷകൻ മുകേഷ് കുളമ്പുക്കാട് പ്രഭാഷണം നടത്തി. കൺവീനർ CV അരവിന്ദ്, N റീന, KK കുമാരൻ, K കൃഷ്ണൻ, ജയൻ ചെട്ടിയാൻ, PV വത്സൻ, C സഞ്ജീവൻ, M ബാബുരാജ്, CV ശ്രീവത്സൻ, K ശശിധരൻ, K നിർമ്മല, MP രസിത, P പൂർണിമ, സംഗീത് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ 200-ലേറെ പേർ പങ്കെടുത്ത മെഗാ കാളി നടനവും പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ നൃത്യങ്ങളും അരങ്ങേറി. പ്രസാദ സദ്യയും ഉണ്ടായി. പുല്ലഞ്ചേരി ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച വിവിധ പൂജകൾ നടക്കും. രാത്രി 8:30 നടക്കുന്ന തേങ്ങയേറോടുകൂടിയാണ് മഹോത്സവത്തിന് സമാപനമാകുക. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.